ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് 9ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. ഫിസിക്സിൻ്റെ തന്നെ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 40 മാർക്കിനാണ് ചോദ്യം. 1.5 മണിക്കൂറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1ാം പദജോടി ബന്ധം കണ്ടെത്തി 2ാം പദജോടി പൂർത്തിയാക്കുക. കറൻറ്റ് ആംബിയർ, വൈദ്യുത ചാർജ് കൂളോം. എന്താണ്? കറൻറ്റിൻ്റെ യൂണിറ്റാണ് ആംബിയർ, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. രണ്ടാമത്തെ ചോദ്യം, ഒരു വൈദ്യുത മോട്ടോറിൽ 1 HP എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഉപകരണത്തിൻ്റെ പവർ എത്ര വാട്ടാണ്? ഒരു HP എന്ന് പറഞ്ഞാൽ 746 വോട്ടാണ്. എത്രയാണ്? 746 വോട്ടാണ്. അപ്പോൾ ഒരു HP എന്ന് പറഞ്ഞാൽ 746 വോട്ടാണ്. അടുത്ത ചോദ്യം, 3 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 4 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ആക്കം എത്ര ആയിരിക്കും? അപ്പോൾ ആക്കം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? മാസ് ഗുണിക്കണം പ്രവേഗം. മാസ് ഗുണിക്കണം പ്രവേഗം. ഇവിടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 കിലോ ആണ്. പ്രവേഗം എത്രയാണ്? 4 ആണ്. അപ്പോൾ 3 ഗുണിക്കണം 4 12 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആക്കത്തിൻ്റെ സൂത്രവാക്യം മാസ് ഗുണിക്കണം പ്രവേഗമാണ്. മാസ് ഗുണിക്കണം പ്രവേഗമാണ്. ഇവിടെ മാസ് എത്രയാണ്? 3 ആണ്. പ്രവേഗം 4 ആണ്. അപ്പോൾ 3 ഗുണിക്കണം 4 12. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ റിയോസ്റ്റാറ്റിൻ്റെ പ്രതീകം ഏത്? ഏതാണ് റിയോസ്റ്റാറ്റിൻ്റെ പ്രതീകം? ഇതാണ് റിയോസ്റ്റാറ്റിൻ്റെ പ്രതീകം. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കറൻറ്റിൻ്റെ യൂണിറ്റാണ് ആംബിയർ, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. ഒരു വൈദ്യുത മോട്ടോറിൽ 1 HP എന്ന് രേഖപ്പെട്ടിരിക്കുന്നു. 1 HP എന്നത് എത്ര വാട്ടാണ്? 746 വാട്ടാണ്. 3 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 4 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുമ്പോൾ വസ്തുവിൻ്റെ ആക്കം എത്രയായിരിക്കും? 12 കിലോമീറ്റർ/സെക്കൻഡ്. പിന്നെ റിയോസ്റ്റാറ്റിൻ്റെ പ്രതീകം ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ചോദ്യം നോക്കാം. 5 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 7 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ 7 എണ്ണത്തിന് ഉത്തരം എഴുതണം. ഓരോന്നിന് 2 സ്കോർ വീതമാണ്. നോക്കാം. എത്തനോൾ എന്ന ദ്രാവകത്തിൻ്റെ സാന്ദ്രത 789 കിലോഗ്രാം മീറ്റർ ആണ്. ഇതിൻ്റെ ആപേക്ഷിക സാന്ദ്രത കണക്കാക്കുക. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം ആണ്. അപ്പോൾ നമ്മൾ ആപേക്ഷിക സാന്ദ്രത കാണാനുള്ള സൂത്രവാക്യം എങ്ങനെയാണ്? എത്തനോളിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. ഇവിടെ എത്തനോളിൻ്റെ സാന്ദ്രത എത്രയാണ്? 789 ആണ്. എത്തനോളിൻ്റെ സാന്ദ്രത 789 ആണ്. അതിനെ നമ്മൾ ജലത്തിൻ്റെ സാന്ദ്രതയായ 1000 കൊണ്ട് ഹരിക്കുകയാണ്. 1000 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടും 0.789. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.789. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം. നമുക്ക് വളരെ സിമ്പിളാണ്. ഓക്കെ, ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാൻ നമ്മൾ എത്തനോളിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത ചെയ്തു. എത്തനോളിൻ്റെ സാന്ദ്രത 789 ആണ്. 789നെ ജലത്തിൻ്റെ സാന്ദ്രതയായ 1000 കൊണ്ട് നമ്മൾ ഹരിച്ചപ്പോൾ നമുക്ക് 0.789 കിട്ടി. ഇനി 6ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന വസ്തുക്കളെ സന്ദർഭങ്ങളിൽ ഗുരുത്വാകർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയുടെ അളവെത്ര? ഗുരുത്വാകർഷണത്തിന് എതിരെ ചെയ്ത പ്രവൃത്തി നോക്കാം. 10 കിലോഗ്രാം മാസുള്ള വസ്തുവുമായി ഒരു കുട്ടി നിൽക്കുന്നു. 10 കിലോഗ്രാം മാസുള്ള വസ്തുവുമായി ഒരു കുട്ടി നിൽക്കുന്നു. 10 കിലോഗ്രാം മാസുള്ള വസ്തുവുമായി 2 മീറ്റർ ദൂരം നിരപ്പായ പ്രതലത്തിലൂടെ കുട്ടി നടക്കുന്നു. ഓക്കെ, ഇവിടെ ഗുരുത്വാകർഷണത്തിനെതിരായി ചെയ്ത പ്രവൃത്തി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ആണ്. ഓക്കെ, എ ആണ് ഗുരുത്വാകർഷണത്തിനെതിരായി ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഉത്തരങ്ങൾ സാധൂകരിക്കുക. അപ്പോൾ ഇവിടെ സ്ഥാനചലനം, ഒരു കുട്ടി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥാനചലനം എത്രയാണ്? 0 അല്ലേ? രണ്ടാമത്തെ കേസിൽ എന്താണ്? സ്ഥാനചലനവും ബലവും പരസ്പരം ലംബമാണ്. രണ്ടിലും പ്രവൃത്തി എന്താണ്? 0. ഓക്കെ,
ഇനി അടുത്ത ഒന്നിലധികം സെല്ലുകൾ ചേർന്ന സംവിധാനമാണ് ബാറ്ററി. ബാറ്ററികൾ ഏതൊക്കെ രീതിയിൽ സെല്ലുകൾ ക്രമീകരിക്കാം? സെല്ലുകൾ സമാന്തരമായും ശ്രേണി സംയോജനമായും ക്രമീകരിക്കാം. ഓക്കെ, സമാന്തരമായും സംയോജനമായും നമുക്ക് ശ്രേണി സംയോജനമായും നമുക്ക് ക്രമീകരിക്കാം. സഫലത വോൾട്ട് 9 V ലഭിക്കത്തക്ക വിധം 1.5 V ഉള്ള 6 സെല്ലുകളെ ക്രമീകരിക്കുന്ന വിധം ചിത്രീകരിക്കുക. അപ്പോൾ ഇതേപോലെയാണ് ചിത്രീകരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തേത് ഉചിതമായി ചേർത്ത് എഴുതുക. മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, അൾട്രാസോണിക് തരംഗം എക്കോ കാർഡിയോഗ്രാഫ്. അൾട്രാസോണിക് തരംഗം എക്കോ കാർഡിയോഗ്രാഫ്. ഭൂകമ്പം സീസ്മിക് തരംഗം. ആവർത്തന പ്രതിപതനം എന്താണ്? അനുരണനമാണ്. റെക്കോർഡിംഗ് സ്റ്റുഡിയോ നിർമ്മാണം അക്യൂസ്റ്റിക് ഓഫ് എ ബിൽഡിംഗ്. ഇനി അടുത്ത നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫിക് ചിത്രീകരണങ്ങളിൽ ഓം നിയമവുമായി ബന്ധപ്പെട്ടത് ഏത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 0.2 A കറൻറ്റ് 100 ഓം പ്രതിരോധത്തിൽ കൂടി പ്രവഹിക്കുമ്പോൾ പ്രതിരോധകത്തിൻ്റെ അഗ്രങ്ങളിൽ കാണപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണെന്ന് കാണുക. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? V = I × R. ഓക്കെ, ഇവിടെ I എന്ന് പറയുന്നത് എന്താണ്? 0.2 ആണ്. ഓക്കെ, R എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ നമ്മൾ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. 20 വാട്ട്. ഓക്കെ, 20 വാട്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം. മാധ്യമങ്ങളിലൂടെ സുനാമി മുന്നറിയിപ്പുകൾ ഉണ്ടാകാറുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അത്തരം ഒരു സുനാമി മുന്നറിയിപ്പുണ്ടായാൽ സ്വീകരിക്കേണ്ട 2 രക്ഷാമാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഓക്കെ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരാൾക്ക് സുനാമിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകുകയോ മേൽക്കൂരയിലോ മരത്തിന് മുകളിൽ കയറുകയോ ചെയ്യണം. നിങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ വളർത്തുമൃഗങ്ങളെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരാൾ തൽക്ഷണം അടുത്തുള്ള ഉയർന്ന സ്ഥലത്തേക്കോ നിങ്ങൾ കഴിയുന്നിടത്തോളം ഉൾനാട്ടിലേക്കോ നീങ്ങണം. അതായത് ഉയർന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഉൾനാട്ടിലേക്കോ ആണ് നീങ്ങേണ്ടത്. ഒഴിപ്പിക്കൽ മാപ്പുകൾ കയ്യിലുണ്ടെങ്കിൽ കാണിച്ചിരിക്കുന്ന റൂട്ടുകൾ പിന്തുടരുക. ഭൂമിയിൽ 40 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വസ്തുവിന് ചന്ദ്രനിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരം കണക്കാക്കുക. ചന്ദ്രനിൽ ജിയുടെ മൂല്യം 1.62 m/s² ആയി പരിഗണിക്കുക. അപ്പോൾ ഭൂമിയിൽ 40 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 40 × 1.62 ഹരിക്കണം 9.8. ഇത് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ആൻസർ 6.61 കിലോഗ്രാം വെയിറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 40 എന്ന് പറയുന്നത് ഭാരം. ഓക്കെ, പിന്നെ ചന്ദ്രനിൽ ജിയുടെ മൂല്യം 1.62 ആണ്. പിന്നെ നമ്മൾ 9.8 കൊണ്ട് ഹരിക്കുക. 40നെ 1.62 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 9.8 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6.61 ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്ത ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എഴുതുക. വൈദ്യുത ഫാനിൽ എന്താണ്? വൈദ്യുതോർജ്ജമാണല്ലേ. വൈദ്യുതോർജ്ജം എന്ത് ഊർജ്ജമായി മാറുകയാണ്? യാന്ത്രിക ഊർജ്ജമായി മാറുകയാണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുകയാണ്. മൊബൈൽ ഫോണിലെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അതും വൈദ്യുതോർജ്ജം എന്തായി മാറുകയാണ്? രാസോർജ്ജമായി മാറുകയാണ്. അപ്പം വൈദ്യുത ഫാനിലുള്ളത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. മൊബൈൽ ഫോണിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ അയാളുടെ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി 4 സെക്കൻഡ് ശേഷം കേൾക്കുന്നു.
അയാളും പ്രതിപതന തലവും തമ്മിലുള്ള അകലം കണക്കാക്കുക. വായുവിലെ ശബ്ദവേഗം 340 മീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അകലമാണ് കണക്കാക്കേണ്ടത് അല്ലേ, ഡിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ സൂത്രവാക്യം എന്താണ്? വി ഇൻറ്റു ടി ബൈ ടു. വി ഇൻറ്റു ടി ബൈ ടു. ഇവിടെ വി എന്ന് പറയുന്നത് എത്രയാണ്? വി എത്രയാണ്? 340. വി എത്രയാണ്? 340. ടി എത്രയാണ്? 4 സെക്കൻഡ്. 4 സെക്കൻഡ്. എന്നിട്ട് 2 കൊണ്ട് നമ്മൾ ഹരിക്കുക അല്ലേ. അപ്പോൾ 2ഉം 4ഉം വെട്ടിപ്പോയി 2ആയി. 340 ഗുണിക്കണം 2, 680. എത്രയാണ്? 680 മീറ്റർ. അപ്പോൾ എന്താണ്? വി ഡി എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ടി ബൈ 2. ഓക്കെ, ഇവിടെ 340 ഇൻറ്റു 4. 340 ഇൻറ്റു 4/2 ചെയ്ത് നമുക്ക് 680 മീറ്റർ കിട്ടും. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, 14 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതണം. ചുവടെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി ബൾബ് പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സർക്യൂട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. മീറ്റർ, വോൾട്ട് മീറ്റർ, സ്വിച്ച്, 12 വാട്ട് ബാറ്ററി, ബൾബ്, കണക്റ്റിംഗ് വയർ, ഇതൊക്കെ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ചോദ്യം, ഈ സർക്യൂട്ടിലൂടെ 0.5 കറൻറ്റ് പ്രവഹിക്കുന്നുണ്ടെങ്കിൽ സർക്യൂട്ടിൻ്റെ പ്രതിരോധം എത്ര? അപ്പോൾ എന്താണ്? വി ബൈ ഐ ആണ്. അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണല്ലേ. 12 വോട്ടാണ്. അപ്പോൾ 12. പിന്നെ ഐ എന്ന് പറയുന്നത് 0.5, 0.5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 ഓം കിട്ടും. 24 ഓം. ഒക്കെ മനസ്സിലായല്ലോ. കറണ്ട് സർക്യൂട്ടിൻ്റെ പ്രതിരോധം എങ്ങനെ കാണുക? വി ബൈ ഐ ആണ്. വി എന്ന് പറയുന്ന വോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ 12 ആണ്. 12നെ 0.5 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 24 കിട്ടി. 24 ഓം. ഇനി അടുത്ത നോക്കാം. അടുത്ത ഏതാണ്? അടുത്തത് നോക്കാം. ചിത്രം നിരീക്ഷിക്കുക. ഘർഷരഹിതമായ വീലുകളുള്ളതും മാസ് കുറവായതുമായ ഒരു ടോയ് കാറാണ് സി. ഇതിൻ്റെ രണ്ടറ്റത്തു നിന്നും ചരടുകൾ കപ്പിക്ക വഴി കടത്തിവിട്ട അഗ്രങ്ങളിൽ ഭാരം കെട്ടി തൂക്കിയിരിക്കുന്നത് ചിത്രീകരിക്കുന്നു. എ ബി എന്നീ 2 ഭാഗങ്ങളിലും 100 ഗ്രാം ഭാരം വീതം ഇട്ടാൽ എന്ത് നിരീക്ഷിക്കും? അപ്പോൾ എന്ത് നിരീക്ഷിക്കും? കളിപ്പാട്ടക്കാർ അവിടെ നിശ്ചലമായിട്ടിരിക്കും. എയിൽ 100 ഗ്രാം ഭാരവും ബിയിൽ 200 ഗ്രാം ഭാരവും ഇട്ടാൽ എന്ത് നിരീക്ഷിക്കും? അപ്പോൾ ആദ്യം 2 എയിലും ബിയിലും 100 ഗ്രാം ഇട്ടാൽ ഇവിടെ എന്താ സംഭവിക്കുക? കാറ് നിശ്ചലമാണ്. ഇനി എന്താ ചെയ്യുക? ഒന്നിൽ എയിൽ 100 ഗ്രാമും ബിയിൽ 200 ഗ്രാമും ഇട്ടാൽ എന്താവും? കാർ എങ്ങോട്ട് നീങ്ങും? ബിയിലേക്ക് നീങ്ങും അല്ലേ. കളിപ്പാട്ട കാർ എങ്ങോട്ട് നീങ്ങും? ബിയിലേക്ക് നീങ്ങും. 100 ആയപ്പോൾ ഇവിടെ ഒരു അനക്കവും ഇല്ല, കാറ് നിശ്ചലമാണ്. പക്ഷേ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഇവിടെ 100 ഗ്രാമും ഇവിടെ 200 ഗ്രാം. അപ്പോൾ ഇവിടെ ഭാരം കൂടുതലാണ്. ബിയിൽ ഭാരം കൂടുമ്പോൾ കളിപ്പാട്ട കാർ എങ്ങോട്ട് നീങ്ങും? കാരണം എന്താണ്? ആദ്യ സന്ദർഭത്തിൽ എന്താണ്? 2 ശക്തികളും തുല്യവും അതേപോലെ വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്നതും കൊണ്ട് ഇവിടെ 0 എന്നാൽ രണ്ടാമത്തെ സന്ദർഭത്തിൽ ബി വശത്തുള്ള ഭാരം എയേക്കാൾ കൂടുതലാണ്. അതിനാൽ പരിണിത ഫലം ബിയിലേക്ക് ആയിരിക്കും. ഓക്കെ, ഇനി 16ാമത്തെ ചോദ്യം നോക്കാം. ചുവരുകൾ പരുക്കനാക്കുന്നതിലൂടെ ചാലകങ്ങളുടെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പദാർത്ഥത്തിൻ്റെ താപനില. പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന മറ്റു 3 ഘടകങ്ങൾ. അപ്പോൾ ഒരു പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഒന്നെന്താണ്? താപനിലയാണ്. രണ്ടാമത്തേത് ചാലകത്തിൻ്റെ നീളം. മൂന്നാമത്തേത് റെസിസ്റ്റിവിറ്റി. എന്താണ്? ചാലകത്തിൻ്റെ നീളം, റെസിസ്റ്റിവിറ്റി, ചാലകത്തിൻ്റെ വണ്ണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 17ാമത്തെ ചോദ്യം. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഉത്തരം എഴുതുക. ഇവിടെ മെർക്കുറി ഉണ്ട്, ഇവിടെയും മെർക്കുറിയാണ്, 3 സ്ഥലത്തും മെർക്കുറിയാണ്. ഇവിടെ ചോദ്യം നോക്കുക. ഇതിൽ ശരിയായ ചിത്രം ഏത്? ഇതിൽ ശരിയായ ചിത്രം ഏതാണ്? ബി ആണ്. ഇവിടെ ശരിയായ ചിത്രം ഏതാണ്? ബി ആണ് ഇവിടെ ശരിയായ ചിത്രം. മെർക്കുറിക്ക് പകരം ജലം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന മാറ്റം ചിത്രീകരിക്കുക. അപ്പോൾ ഇവിടെ മെർക്കുറിക്ക് പകരം ജലം ഉപയോഗിച്ചാൽ എന്താണ് മാറ്റം ഉണ്ടാവുക? അത് ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, ചുവരുകൾ പരുക്കനാക്കുന്നതിലൂടെ ഹാളിലെ ശബ്ദ പ്രതിപതനം മൂലമുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും.
ശബ്ദ പ്രതിപാദനം മുഖേന ഹോളുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ഇവ പരിഹരിക്കാനുള്ള മറ്റ് 2 മാർഗങ്ങൾ. അപ്പോൾ ശബ്ദ പ്രതിപാദനം മൂലം എന്താണ്? വലിയ വലിയ ഹോളുകളിൽ ശബ്ദം വളരെ മങ്ങുകയും വികലമാവുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും ശല്യത്തിന് കാരണമാകുന്നു. അതേപോലെ ഇത് മാറ്റാനുള്ള കാര്യങ്ങൾ തറ പരുക്കനാക്കുക, കർട്ടൻ, കംപ്രസ് ചെയ്ത ഫയർബോർഡ്, പരവതാനികൾ തുടങ്ങിയ ശബ്ദം ആഗിരണം ചെയ്യാനുള്ള വസ്തുക്കൾ ഓഡിറ്റോറിയത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ തറ പരുക്കനാവുക, അതേപോലെ തന്നെ കർട്ടനുകൾ, പ്ലാന്റ് ഫൈബർ, കംപ്രസ് ചെയ്ത ഫയർബോർഡ് തുടങ്ങിയ ശബ്ദം ആഗിരണം ചെയ്യാവുന്ന വസ്തുക്കൾ ഓഡിറ്റോറിയത്തിൽ ഉപയോഗിക്കുക. ഇനി അടുത്ത ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങൾ തിരിച്ചറിയാനാണ്. ഒന്നാമത്തെ എന്താണ്? എന്താണ്? മൾട്ടിമീറ്റർ ആണ്. രണ്ടാമത്തേത് എന്താണ്? സോൾഡറിങ് അയൺ ആണ്. ഒന്ന് മൾട്ടിമീറ്ററും രണ്ടാമത്തെ സോൾഡറിങ് അയണുമാണ്. അവയുടെ ഓരോ ഉപയോഗം എഴുതാനാണ്. എന്താണ്? ഒരു സർക്യൂട്ടിലെ വിവിധ വൈദ്യുത അളവ് അളക്കാൻ മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നു. ഓക്കെ, സർക്യൂട്ടിലെ വൈദ്യുത അളവ് അളക്കാൻ ഉപയോഗിക്കുന്നു? മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ സോൾഡറിങ് ചെയ്യാൻ സോൾഡറിങ് അയൺ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് 20 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. തന്നിരിക്കുന്ന ഗ്രാഫ് നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 1 സെക്കൻഡിൽ ഉണ്ടായ തരംഗമാണ് ചിത്രീകരിക്കുന്നത്. ഈ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം എത്ര? 4 മീറ്റർ. എത്രയാണ്? 4 മീറ്റർ. ആവൃത്തി എത്ര? 3 ഹെർട്സ്. ആവൃത്തി എത്രയാണ്? 3 ഹെർട്സ്. പ്രവേഗം എത്ര? 12 മീറ്റർ സെക്കൻഡ്. തരംഗദൈർഘ്യം 4, ആവൃത്തി 3, പ്രവേഗം 12. ഇത് ഏത് തരംഗങ്ങളാണ്? ഇത് അനുദൈർഘ്യ തരംഗങ്ങളാണ്. ഓക്കെ, ഇനി 21. നിർബാധ പതനത്തിലായിരുന്ന ഒരു വസ്തുവിൻ്റെ ഭാരം 0 ആകാൻ കാരണമെന്ത്? നിർബാധ പതനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു നാളികേരം 1 സെക്കൻഡ് കൊണ്ട് തെങ്ങിൽ നിന്ന് വേർപെട്ട് തറയിലെത്തുന്നു. തറയിൽ നാളികേരം സ്പർശിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രവേഗം എത്ര? അപ്പോൾ നിർബാധ പതനത്തിലായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഭാരം 0 ആകാൻ എന്താണ് കാരണം? വായുവിൻ്റെ പ്രതിരോധം അവഗണിച്ചാൽ നിർബാധ പതന സമയത്ത് വസ്തുവിൽ മറ്റ് സമ്പർക്ക ശക്തികളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഭാരം 0 ആയിരിക്കും. മറ്റ് സമ്പർക്ക ശക്തികളൊന്നും ഉണ്ടാകുന്നില്ല. എന്തെഴുതാം? മറ്റ് സമ്പർക്ക ശക്തികളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഭാരം 0 ആയിരിക്കും. നിർബാധ പതനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗുരുത്വാകർഷണ ബലത്തിൻ്റെ മാത്രം സ്വാധീനത്തിൽ ചലിക്കുന്ന വസ്തുവിൽ മറ്റു ബലങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അതാണ് നിർബാധ പതനം. ഇനി അടുത്ത എന്താണ്? ഒരു നാളികേരം 1 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ V = U+AT എന്ന സമവാക്യം ഉപയോഗിച്ച് എഴുതുക. അപ്പം U+AT എന്ന് പറഞ്ഞാൽ ഇവിടെ U എത്രയാണ്? 0 ആണ്. A എന്ന് പറയുന്നത് 9.8 ആണ്. പിന്നെ T എന്ന് പറയുന്നത് 1 ആണ്. 1 സെക്കൻഡാണ്. അപ്പോൾ 0 + 9.8 9.8 മീറ്റർ പെർ സെക്കൻഡ്. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാറിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയപ്രവേഗ ഗ്രാഫ് വരയ്ക്കുക. ചോദ്യപേപ്പറിനൊപ്പം നൽകിയ ഗ്രാഫ് പേപ്പർ മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ വരച്ച ഗ്രാഫിൽ നിന്ന് 3 സെക്കൻഡിനും 10 സെക്കൻഡിനും ഇടയ്ക്ക് കാറിനുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കുക. അപ്പോൾ ഗ്രാഫ് ഇതേപോലെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതേപോലെ സ്ഥാനാന്തരം എന്താണ്? 7 × 10 70 മീറ്ററാണ്. 3-ാം സെക്കൻഡിൽ നിന്ന് 10-ാം സെക്കൻഡിലേക്കാണ്. അപ്പോൾ 10-ൽ നിന്ന് 3 പോയാലെത്താണ്? 7 ആണ്. 7 × 10 70 മീറ്ററാണ്.